കൊല്ലം നഗരത്തിലെ സേവിയേഴ്സ് എന്ന മദ്യശാലയുടെ ഇരുണ്ട മുറിക്കുള്ളിൽ ഒരു ഡബിൾ ലാർജ് റമ്മ് കൊണ്ട് മസ്തിഷ്കം നനച്ച് കാക്കനാടനെ കാത്തിരിക്കുമ്പോഴാണ് അപരിചിതമായ ശബ്ദത്തിൽ സാറേ എന്ന ഒരു വിളി കേൾക്കുന്നത്. തലയുയർത്തി നോക്കിയപ്പോൾ തീരെ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ. സാറ് ബാലചന്ദ്രൻ സാറല്ലേ? ഞാൻ സാറിൻ്റെ കവിതകളൊക്കെ വായിക്കാറുണ്ട്. സാറിൻ്റെ 18 കവിതകൾ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് വായിച്ചത്. സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? എന്ത് എന്ന ചോദ്യം തൻ്റെ സ്വതസിദ്ധമായ മൂളലിൽ പൊതിഞ്ഞ് അവന് നേരെ എറിഞ്ഞുകൊണ്ട് കാക്കനാടനെ കാണാത്തതിലുള്ള അസ്വസ്ഥതയിലേക്ക് തിരിച്ചു പോകവേ അവൻ്റെ നൊമ്പരം വീണ്ടും കിട്ടുതുടങ്ങി. സാറേ, നാളെ എൻ്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്. അവൾക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു വിവാഹ സമ്മാനം വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. സാറിൻ്റെ കവിതകൾ അവൾക്കും വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് സാറിൻ്റെ കവിതകൾ വായിക്കാറ് പതിവ്. ഒരു 4 വരി എഴുതി തന്നാൽ അതിനേക്കാൾ വലിയൊരു സമ്മാനം വേറെ ഉണ്ടാവില്ല. അവൻ്റെ ഈറൻ മിഴികളിൽ പ്രതിഫലിക്കുന്ന ചുവപ്പ് ദീപ്തിയിൽ നിന്നും ഊർന്നിറങ്ങിയ ഒരു രശ്മി തൻ്റെ ഹൃദയത്തെ നനയ്ക്കുന്നത് പോലെ തോന്നി. എന്തുകൊണ്ടോ അവഗണിക്കാനാവാതെ അടുത്തു കിടന്ന ഒഴിഞ്ഞ സിഗരറ്റ് പാക്കറ്റ് കീറി അതിൽ ഇങ്ങനെ എഴുതി: ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണെനിക്കോമനെ. എന്നെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. ആ 4 വരികൾ വായിച്ച് ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ വക്കോളം നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട് ആശ്വസിപ്പിക്കുവാൻ നിൽക്കാതെ എണീറ്റ് പുറത്തേക്ക് നടന്നു. ആ ഇരുണ്ട മുറിയുടെ പടികൾ കടക്കുമ്പോൾ പിന്നിൽ അവൻ്റെ പൊട്ടിക്കരച്ചിൽ കുതറി വീഴുന്ന ശബ്ദം കേട്ടു. കാക്കനാടനെ കാണാൻ നിൽക്കാതെ ആദ്യം കിട്ടിയ വണ്ടിയിൽ എറണാകുളത്തേക്കുള്ള യാത്രയിൽ ആ 4 വരിക്ക് മുന്നിലെ ഏതാനും വരികൾ കൂടി മനസ്സിൽ എഴുതി വച്ചു. പിന്നീട് ആനന്ദധാര എന്ന ശീർഷകത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അത് ഇങ്ങനെയാണ്: ചൂടാതെ പോയി നിനക്കായി ഞാൻ ചോര ചാറിച്ചു വപ്പിച്ചൊരൻ പനീർപ്പൂകൾ, കാണാതെ പോയി നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ, ഒന്നു തൊടാതെ പോയി വിരൽ തുമ്പിനാൽ എന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ. അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്ധമെഴാത്തതാമോർമകൾക്കക്കരെ കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീ ഓമനേ. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണെനിക്കോമനേ. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന.